ഹൗ റൈറ്റിംഗ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ബിഫോർ ബെഡ് ക്യാൻ ഹെൽപ്പ് യു. ഉറങ്ങുന്നതിന് മുൻപ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയാൽ ഉള്ള ഉപകാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മൾ കുട്ടി കുട്ടി കാര്യങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ എഴുതി വെക്കുന്നുണ്ട്, നമ്മൾ നന്ദിപൂർവ്വം ഓർക്കുന്നുണ്ട് ഉറങ്ങുമ്പോൾ എങ്കിൽ നമ്മുടെ ഓവറോൾ പോസിറ്റിവിറ്റി കൂടുന്ന പറയണേ. പിറ്റേ ദിവസം അത്രയും ഉന്മേഷത്തോടെ എണീക്കാൻ അത്ര ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും എഴുതണ്ടേ, ഇതൊരു ബോറിംഗ് പരിപാടിയല്ലേ എന്ന്. ഞാനും വിചാരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മെക്കാനിക്കൽ റൈറ്റിംഗ് അല്ലേന്ന്. പക്ഷേ ഇപ്പോഴാണ് ഒരു സൂത്രം മനസ്സിലായത്. ഇത് എല്ലാ ദിവസവും ഒന്നും എഴുതണ്ട അത്ര. ആഴ്ചയിൽ ഇപ്പോൾ 7 ദിവസം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ 7 ദിവസത്തിൽ നമ്മൾ 3 ദിവസം എഴുതിയാൽ മതി. ഈ 3 ദിവസം എഴുതുമ്പോൾ നമ്മൾ നല്ല ഫീൽ ചെയ്തിട്ട് എഴുതണം കേട്ടോ. നമ്മളൊരു ടാസ്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ്സ് ഡൺ, താങ്ക് യു, ഐ ഹാവ് കംപ്ലീറ്റഡ് ദിസ് ടാസ്ക്, ഓർ ഐ ഹാവ് ഫിനിഷ് ദിസ് ടാസ്ക്, താങ്ക് യു ഫോർ മൈസെൽഫ് എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ ഒരു മെക്കാനിക്കലല്ലേ. അപ്പോൾ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ കുറച്ച് ഫീൽ ചെയ്തിട്ട് എഴുതണം. അത് ഫസ്റ്റ് പോയിന്റാണ്. ഫീൽ ചെയ്തിട്ട് എഴുതണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് എന്നോട് തന്നെ താങ്ക്ഫുള്ളായി തോന്നിയത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തപ്പോൾ വൈ ഐ ഫെൽ സോ ഹാപ്പി, വൈ, ആ വൈ എന്നുള്ള ക്വസ്റ്റിന് ആൻസറും കൂടി അതിലെഴുതി വയ്ക്കണം. അപ്പോൾ ഈ 3 ദിവസം എഴുതുമ്പോൾ 5 കാര്യങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ആഴ്ചയിൽ 3 ദിവസം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് വൈ എന്നുള്ള കാര്യം മൈൻഡിൽ ഉണ്ടായിരിക്കണം എഴുതുമ്പോൾ. ദെൻ മൂന്നാമത്തെ കാര്യം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ ഫീൽ ചെയ്തിട്ട് എഴുതണം. പിന്നെ നമ്മൾ ചിലപ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ മറന്നു പോവും അല്ലേ. ആഴ്ചയിൽ 3 ദിവസം എഴുതണം എന്ന് വെച്ചാൽ നമ്മൾ മറന്നു പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ടിഫിക്കേഷൻ ബെല്ല് അല്ലെങ്കിൽ നമ്മളൊരു അലാം സെറ്റ് ചെയ്യുക മൊബൈലിൽ. ഈ ദിവസങ്ങളിൽ ഞാൻ ഈ സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതും എന്നുള്ളത്. വളരെ സിമ്പിൾ അല്ലേ. 5 കാര്യങ്ങൾ 3 ദിവസം ആഴ്ചയിൽ, 7 ദിവസത്തിൽ 3 ദിവസം. വല്ലാത്ത ചേഞ്ചാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇനി കുറച്ച് പ്രോംസ് പറഞ്ഞു തരട്ടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ. ഒരെണ്ണം ഇതാണ് കേട്ടോ. ഇൻ ദ പാസ്റ്റ് 24 hours, ഹു ഹാസ് മെയ്ഡ് യു സ്മൈൽ ജെനുവിൻലി? വാട്ട് ഹീ ഓർ ഷീ ഡു? ഈ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നന്നായി ചിരിച്ച സന്ദർഭം എന്താണ്? ആരാണ് നിങ്ങളെ ചിരിപ്പിച്ചത്? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിച്ചത്? ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഞാനിന്ന് നന്നായി എക്സസൈസ് ചെയ്തു, അറ്റ്ലീസ്റ്റ് ഫോർ 5 minutes, ആൻഡ് ദാറ്റ് മേക്സ് മീ മോർ ഹാപ്പി. വൈ? എന്തുകൊണ്ടാണ് ഞാൻ എക്സസൈസ് ചെയ്തപ്പോൾ ഹാപ്പി ആയത്? അത് നമ്മൾ തന്നെ ചിന്തിച്ചെഴുതണം. ഇനി എന്നോട് ചോദിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പാട്ടൊക്കെ വെച്ച് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തു, ആൻഡ് ഐ ഫെൽ സോ ഹാപ്പി ബിക്കോസ് ഐ ലവ് ദ മ്യൂസിക് ആൻഡ് ഐ ലവ് ദ ബോഡി മൂവ്മെൻറ്റ്സ്. ആ ഒരു ബോഡി മൂവ്മെൻറ്റ്സും മ്യൂസിക് വെച്ചിട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി വേറൊരു കാര്യം പറയട്ടെ. ഇന്നത്തെ കാലാവസ്ഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണ്? സത്യം പറഞ്ഞാൽ ഇന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇന്നത്തെ കാലത്ത് നല്ല മഴയുള്ള പോലത്തെ ഒരു ഫീലുള്ള കാലാവസ്ഥയായിരുന്നു. ചെറുതായി ചാറ്റൽ മഴയുണ്ടായിരുന്നു. മഴ എനിക്ക് പൊതുവെ നല്ല ഇഷ്ടമാണ്. ഭയങ്കര മഴയല്ല കേട്ടോ, ചാറ്റൽ മഴ. അതുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ ഇന്ന് എഴുതും, ഇന്ന് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, ഞാൻ നന്നായി എൻജോയ് ചെയ്തു, താങ്ക് യു. അത്രയും മതി നമ്മളെ ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായി നിർത്തിയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ. സോ സ്റ്റാർട്ട് റൈറ്റിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ബിഫോർ യു ഗോ ടു ബെഡ്. ഉറങ്ങുന്നതിന് മുൻപ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി നോക്കൂ. എന്നിട്ട് ഒരു 21 days പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ തന്നെ വന്ന് കമൻറ്റ് ചെയ്യൂ എന്തൊക്കെ ചേഞ്ചസ് ആണ് ലൈഫിൽ ഉണ്ടായതെന്ന്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത്ത.